ഗുരുജനങ്ങളെ, സതീർത്ഥരെ, നിങ്ങൾക്ക് കൊച്ചിൻ കമ്മ്യൂണിറ്റി തിയേറ്റേഴ്സിന്റെ നമോ. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഏകദേശം 7 വർഷം മുമ്പ് നേത്രരോഗ ചികിത്സാ രംഗത്ത് ഒരു നവജീവനായി, ഒരു കലാമുകുളമായി നമ്മുടെ ഏവരെയും പ്രിയങ്കരനായ വർമ്മസാറിന്റെ നേതൃത്വത്തിൽ ഒരു പിടി കലാകാരന്മാർ ആരംഭിച്ച കൊച്ചിൻ കണ്ണുകടി തിയേറ്റേഴ്സിന്റെ 17ാമത് കലോപഹാരമാണിത്. ഞങ്ങളുടെ 2ാമത്തെ കഥാപ്രസംഗമാണിത്. ഇതിന്റെ പേര് വിട്ടുപോയ സഹോദരരെ, നിങ്ങൾക്കെല്ലാവർക്കും ഇത് ആസ്വാദ്യമായ ഒരു കലാവിരുന്നായിരിക്കുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമോവാം. ഈ കഥാപ്രസംഗം നയിക്കുന്നത് ആലി ബിവി കുറെ കുള്ളന്മാർ. ആലി ബിവി, ഡോക്ടർ ധന്യ, ചുള്ളൻ 1 ഡോക്ടർ ടിജു ജോസഫ്, ചുള്ളൻ 2 ഞാൻ തന്നെ ഡോക്ടർ ടോണി, ചുള്ളൻ 3 ഡോക്ടർ ഗോപാൽ പിള്ളെ, ചുള്ളൻ 4 ഡോക്ടർ അരുൺ തോമസ്. നമുക്ക് കഥയിലേക്ക് കിടക്കാം. അതെ, വിട്ടുപോയ റെറ്റിന. വന്ദനം. കഥകളെ വളർത്തിടാൻ നിങ്ങൾ തന്റെ ബോറടിക്കൊരൗഷധം ചമച്ചിടാൻ എന്നുമുണ്ട് ഞങ്ങളിതാ സ്വീകരിതൻ കുട്ടികൾ. ഓതിടത്തെ വന്ദനങ്ങൾ ഈ സദസ്സിലൊക്കെയും. ബഹുമാന്യരെ, ഈ കഥ ഞങ്ങൾ ശൂന്യകാലത്തിൽ നിന്ന് കൊണ്ടുവന്നതല്ല, പുസ്തകങ്ങളിൽ നിന്ന് പകർത്തിയതുമല്ല. പിന്നെയോ റെറ്റിന തന്റെ കരം കുറിക്കും ഈ കഥ ആര് രചിക്കുമെന്നോ. റെറ്റിന തന്റെ കരം കുറിക്കും ഈ കഥ ആര് രചിക്കുമെന്നോ. സർവ്വതാരത്തിൽ പിറന്ന് കുത്തിക്കുറിച്ചതായി പുരാണം. കഥ തുടങ്ങുന്നതിന് മുമ്പ് ഒരു മുന്നറിയിപ്പ്. കഥ പറയാം, പക്ഷേ കരടുരുകി കരയരുതേ നിങ്ങൾ. ലോലഹൃദയരെ, കഥ കേൾക്കരുതേ. എല്ലാവരും കണ്ണുനീർ ദുവാലകൾ കരുതലേ. അതെ, കഥ തുടങ്ങുകയായി. അതാ, ആ സുന്ദരിയെ നോക്കൂ. അല്ലെങ്കിൽ വേണ്ട, ആ സുന്ദരിയെ നോക്കൂ. സുന്ദരിമാർ പറന്നിറങ്ങുന്ന നീലത്തടാകം പോലുള്ള മിനികൾ കണ്ടില്ലേ? അപാര സുന്ദരമായ വിശാലതയ്ക്കുള്ളിൽ വേറൊരു തടാകം ആരെങ്കിലും കണ്ടുവോ? ഒരു തടാകത്തിൽ വേറൊരു തടാകം ഇല്ല. എന്നാൽ അങ്ങനെ ഒന്നുണ്ട്. സാഗരം ഉമ്മ വയ്ക്കുന്ന മുടിച്ചുരുളുകൾ അഴിച്ചിട്ട അഷ്ടമുടി കായലാണോ? അല്ല. നെൽപ്പാടങ്ങളെയും മെട്രോ നഗരത്തെയും ഒന്നിച്ച് ചുംബിക്കുന്ന വെമ്പനാട്ട് കായലാണോ? അല്ല. പ്രകൃതിയുടെ കവളിൽ വീഴാനൊരുങ്ങുന്ന കണ്ണുനീർത്തുള്ളി പോലെയുള്ള ശാസ്താംകൊണ്ട കായലാണോ? പിന്നെയോ അതാണ് വിട്രിയസ് തടാകം. അതേത് തടാകം? എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. നാഷണൽ ജോഗ്രഫിക്കിലാവും. അല്ല, ഇതല്ലേ അതേ സുഹൃത്തുക്കളെ, 2019 നമ്മുടെ അന്നത്തെ നായിക ലെൻസമ്മ ആത്മാഹുതി ചെയ്ത അതേ വിട്രിയസ് തടാകം. അതിലേക്ക് വേറെ കഥയില്ലേ? നോക്കിൽ കയറി വെടിവെക്കല്ലേ, ഞാൻ അവിടെയല്ലേ വരുന്നത്. തടാകം കണ്ണുനീർ പോലെ സുതാര്യമായി. മലരികൾ ഞാൻ ചൊരിയുമില്ല
ഇവിടുത്തെക്കാരും തീരെയില്ല. അങ്ങനെ ശാന്തസുന്ദരമായ തടാകത്തിന്റെ തീരത്ത് ഒരു കൊച്ചു സുന്ദരി താമസിച്ചിരുന്നു. അവളുടെ പേരോ റെട്ടിന. തുള്ളി തുള്ളി നടക്കുന്ന പള്ളിപ്പെട്ടാണ് അവൾ ഈ റെട്ടിന, ഈ റെട്ടിന. വെള്ളി വെളിച്ചത്തിനെ കൊള്ളയിൽ ദാഹം കൊണ്ട് തള്ളി വരുന്നവളാണ് ഈ റെട്ടിന, ഈ റെട്ടിന. അവൾക്കൊരു കൂട്ടുകാരിയുണ്ട്, മുന്തിരി. പള്ളിയിലിട്ട പേര് കൊറോയിഡ്. അതൊക്കെ എന്തിനാ ഇവിടെ പറയണ്ടേ? അങ്ങ് പോട്ടെ. അവർ കഠിന ചങ്ങാതിമാരായിരുന്നു. ചങ്ക് ചങ്ങാതിമാര്. ഇരുമയ്യാനെങ്കിലും ഞങ്ങളൊറ്റ, കടലല്ലേ നീ എന്റെ ജീവനല്ലേ എന്ന് കവി പാടിയത് ഇവരെ കുറിച്ചല്ലേ? അതെ. അവർ ഒരു പായിൽ ഉറങ്ങി, ഉറങ്ങി, ഒരു പാത്രത്തിൽ ഉണ്ടു, ഉണ്ടോ, ഒരുമിച്ച് കളിച്ചു. കളിച്ചു, അവർ ഡോക്ടർ മിനിയെ പോലെ പാടി, പാടി, ഡോക്ടർ കലയെ പോലെ ആടി, ആടി, പിന്നെയോ മഹാദേവൻ സാറിനെ പോലെ പോലെ കഥകളിപ്പുകൾ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു. ചങ്ങാതിമാരെ പോലെ കാലം മുന്നോട്ട് പോയി, സ്ഥിതിഗതികൾ മാറി മറിഞ്ഞു. മറിഞ്ഞു. രണ്ടിനൊക്കെയോ ഒരു പുതിയ കൂട്ടുകാരിയെ കിട്ടി. കിട്ടിയോ? ആ, മാധുരി. മാധുര്യമേറുന്ന നാമം, ഉള്ളിൽ നിറയുന്ന ദുഃഖം. ആവശ്യ കന്യക രണ്ടിനെ കുട്ടിയെ തന്നേത് മാത്രമായി തീർത്തു. അതേ സുഹൃത്തുക്കളെ, ആ ദുഷ്ട നമ്മുടെ നായികയെ കുടുംബത്തിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും അകറ്റാൻ തുടങ്ങി. എങ്കിലും അവൾക്ക് മുന്തിരിയ സ്നേഹമായിരുന്നു. ആ സ്നേഹം പൊളിക്കാനായി മാധുരിയുടെ ശ്രമം. ഒരു ദിവസം റെറ്റിനയുടെ പുള്ളിപ്പാവാടയിൽ ഒരു കീറൽ കണ്ടു. അവളുടെ ഇഷ്ടപ്പെട്ട പാവാടയായിരുന്നു അത്. അവൾ പൊട്ടിക്കരഞ്ഞു. പൊട്ടിക്കരഞ്ഞു. ആര് സമാധാനിപ്പിച്ചിട്ടും അവൾ കരച്ചിൽ നിർത്തിയതേയില്ല. മണികളും പൂക്കളും തുന്നിപ്പിടിപ്പിച്ച പുള്ളിപ്പാവാടയോ കീറി. ആരാ കണ്ടേ? എല്ലോളവും എന്നോടിഷ്ടമുണ്ടെങ്കിൽ നീ ചൊല്ലിത് ചെയ്തവളാര്. അവൾ ചോദിച്ചു നടന്നു. ആ അവസരം മാധുരി പാഴാക്കിയില്ല. അവൾ ഓതിക്കൊടുത്തു. കല്ലിയായുള്ളൊരു മുന്തിരിയാണടി ചതി ചെയ്തത് എന്റെ തോഴി. അവൾ ഞെട്ടി കരഞ്ഞു. കണ്ണീരും ശാപവാക്കുകളും റെട്ടിനയ്ക്കും മുന്തിരിക്കുമിടയിൽ നിറഞ്ഞു. മാധുരിയുടെ അദൃശ്യകരങ്ങൾ അവളെ വലിച്ചുകൊണ്ടേയിരുന്നു. അവസാനം അവൾ വിട്ടുപോയി. കൂട്ടുകാരിയെ വിട്ടു, കുടുംബത്തെ വിട്ടു, എല്ലാം വിട്ടു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് മുന്തിരിയില്ലാത്ത താൻ റെട്ടിന് പോലുമല്ല എന്നത്. ഏകാന്തതയുടെ അപാരതീരം, ഏകാന്തതയുടെ അപാരതീരം, പിന്നിൽ മുന്തിരി തൻ സ്നേഹമന്ത്രം, അതെ, അവൾ സന്യസിക്കാൻ തീരുമാനിച്ചു. എല്ലാത്തിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് സഹൃദയരെ റെട്ടിനയുടെ കഥ ഇവിടെ തീരുന്നില്ല. നമുക്ക് അവളുടെ തിരിച്ചുവരവിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. കാത്തിരുന്ന് കാത്തിരുന്ന് പുഴമെരിഞ്ഞു കാലവും കടന്നു പോയി, പോയി വളകളൂരി പോയി.
നാല് ചുള്ളന്മാര് അതെ